ആദ്യത്തെ 10 അടിയുടെയാണ് നമ്മളിപ്പോൾ കുഴിക്കടി കൂടുന്നത്. ഇൻറ്റു ഇതിപ്പം നമുക്ക് 96 സാധാരണക്കാർക്കാണെങ്കിലും ഒരു തടിയുടെ കുബിക്കടി എന്താണെന്ന് അവർക്ക് മില്ലിൽ ചെന്നാലോ അല്ലെങ്കിൽ പറമ്പിൽ നിൽക്കുന്ന മരത്തിൻ്റെ അറിയത്തില്ല. അപ്പം നിങ്ങൾ എടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഞാനത് ഇവിടെ ഒന്ന് എഴുതി തന്നെ നിങ്ങളെ കാണിക്കും. ഇത് നമുക്കൊന്ന് അളന്നു നോക്കാം. നമ്മളിതിൻ്റെ ചോട്ടിൽ നിന്ന് എത്ര പൊക്കത്തിലാണ്? ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡ് 5 അടിയാണ് നമ്മൾ ഒരു മരം ഇളക്കുന്നത്. ഇതിപ്പം 100 ഇഞ്ച് അടുത്താണ് ഈ മരത്തിന്. 12 96 4 100 ഇഞ്ച് അടുത്ത്, മീൻസ് 99 കൂട്ടിയാൽ മതി. നമ്മൾ ശരിക്കും അളവ് പിടിച്ചിട്ട് അതിനൊരു എത്ര 3 ഇഞ്ച് കുറയ്ക്കണം അല്ലേ? 3 ഇഞ്ച് കുറയ്ക്കണം. നമ്പർ 99 അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 96 ആക്കി 10 അടിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇവിടുന്ന് ഡബിൾ ചെയ്യും നമ്മൾ. ഈ 5 അടിയിൽ നിന്ന് ഡബിൾ ചെയ്തിട്ട് 10 അടി ആക്കും. നടുഭാഗമാണ് തടിയുടെ അളക്കുന്നത്. ഇപ്പോൾ 10 അടിയുടെ ഒരു ലോഗാണ്, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ പിടിക്കുന്നത്. ആദ്യത്തെ 10 അടിയുടെയാണ് നമ്മളിപ്പോൾ കുഴിക്കടി കൂടുന്നത്. അതിൻ്റെ ഇൻറ്റു ഇതിപ്പം നമുക്ക് 96 ഒന്നുകൂടെ 96, ഇതാണ് 96 ഡിവൈഡഡ് ബൈ 2304. ഇത് ഇട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുഴിക്കടി 40 CFT ആയിരിക്കും, കുഴിക്കടി ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ശരിക്കും അളവ് പിടിച്ചിട്ട് അതിനൊരു എത്ര 3 ഇഞ്ച് കുറയ്ക്കണം അല്ലേ? 3 ഇഞ്ച് കുറയ്ക്കണം. 99 അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 96 ആക്കി ആ 10 അടി നീളത്തെ 2 പ്രാവശ്യം നമ്മൾ വണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. 10 × 96 × 96 ഡിവൈഡഡ് ബൈ 2304. അത് വന്നു കഴിയുമ്പം നമുക്ക് 40 കുബിക്കടിയാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പുരയിടത്തിൽ വണ്ണം പിടിച്ചിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏത് വണ്ണത്തിനെയും ഈ വണ്ണം എടുക്കുക, നിങ്ങളുടെ തടിയുടെ ആ ലോഗിൻ്റെ നീളം എടുക്കുക. ഇപ്പം മുറിച്ചിട്ടിരിക്കുന്ന ഒരു തടിയാണെങ്കിലും നിങ്ങൾ 10 അടിക്ക് ആ നീളം എടുത്തിട്ട് 10 അടിയുടെ ലോഗാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ടേപ്പ് പിടിക്കുക. ആ സെൻറ്ററിൽ ടേപ്പ് പിടിച്ചിട്ട് ഈ വണ്ണം കണ്ടെത്തുക. അതിനെ ഡിവൈഡഡ് ബൈ 2003 കോമൺ ഫാക്ടർ ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ CFT കിട്ടും. ഇങ്ങനെയാണ് തടിയുടെ. അതായത് ഒരു തടി ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പിടിച്ചിട്ടെടുക്കരുത്, പല പീസായിട്ട്. തേക്കിന് എപ്പോഴും ഗ്രേഡിന് മാറ്റം വരും, വില മാറ്റം വരും. ഞാൻ പറഞ്ഞു 50 ഇഞ്ചിനൊരു വില, 60 ഇഞ്ചിനൊരു വില. ഇപ്പോൾ ചോട്ടിൽ നമുക്ക് 90 ഇഞ്ച് എന്ന് പറയുമ്പോൾ കുബിക്കടി കിട്ടാൻ ആ 10 അടിക്ക് അതിനൊരു വിലയാണ്. ആ ചോട്ടിലത്തെ അതിനൊരു വില, ഒരു സ്പെഷ്യൽ വിലയുണ്ടല്ലോ. 100 ഇഞ്ചിനൊരു വില, 80 ഇഞ്ചിനൊരു വില, അങ്ങനെ ഓരോ ഗ്രേഡിന് വിലയുണ്ട് തേക്കിന്. അപ്പോൾ അത് തിരിച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഏത് മില്ലിൽ പോയാലും നമുക്ക് വേണം കുബിക്കടി കൃത്യം മനസ്സിലാക്കാനും നമ്മുടെ പറമ്പിലും പുരയിടങ്ങളിലും നിൽക്കുന്ന മരങ്ങൾ കർഷകന് അതിൻ്റെ യഥാർത്ഥ വില കിട്ടാനും കബളിക്കപ്പെടാതെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഫോർമുലയാണ് ഇത്. അവർക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാം.